क्या कर रहा है, कैसे कर रहा है, क्यों कर रहा है, इन सारे बातों के पीछे जाए तो हमारी खुशियाँ कम होती जाएगी। तो अच्छी बात यह होगी कि इन बातों के पीछे आप कितना कम जाओगे उतना आप खुशी रहोगे। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूँ आपकी श्रीजा। बहुत दिन हो गए मिलके, है ना। നമസ്കാരം കൂട്ടുകാരെ, ഒരുപാട് ദിവസമായെന്ന് തോന്നല്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, കുറച്ച് തിരക്കുകൾ കാരണം ഞാൻ വീഡിയോ ഇടാൻ പലപ്പോഴായി എനിക്ക് പറ്റാറില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മളിങ്ങനെ നിൽക്കുന്നത് ഒരു ആംല के पेड़ के नीचे है. मैं कहाँ खड़ी हूँ? आमला के पेड़ के नीचे. ആംല എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിമര ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. तो आज हम आमले के पेड़ के नीचे खड़े होकर कुछ सीखने वाले हैं. तो क्या सीखने वाले हैं ये हम देखते हैं. ഇന്ന് എന്താണ് ഈ നമ്മൾ നെല്ലിമര ചുവട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. വേറൊന്നുമല്ല, आज हम कुछ ऐसे शब्दों को ग्रहण करेंगे जो दो वाक्यों को हम जोड़ने के लिए प्रयोग करते हैं. അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കുകൾ, രണ്ട് സെൻറ്റൻസുകൾ. പലപ്പോഴായി നമ്മൾ രണ്ട് സെൻറ്റൻസ് യോജിപ്പിച്ച് പറയണമെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷിലറിയാം ആൻഡ്, ഓർ, അങ്ങനെയുള്ള വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഹിന്ദി എന്താണ് എന്ന് ഓർത്തിട്ടുണ്ടാവും, പക്ഷേ എന്താണെന്ന് അറിയില്ല അല്ലേ. तो देखते हैं उन शब्दों के. ഇന്ന് നോക്കാൻ പോകുന്ന 5 വാക്കുകളിൽ ഒന്ന് ലേക്കിൻ, ഒന്ന് കിന്തു, മറ്റൊന്ന് ഇസ്ലിയെ, അല്ലെങ്കിൽ പിന്നൊന്ന് അഥവാ. ഓക്കെ, പിന്നെ ഒന്ന് നമ്മൾ നോക്കുന്നത് ബൾക്കി. ഓക്കെ, ഇങ്ങനെ ഒരു 5 വാക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതെന്ത് വാക്കുകളാണ്? സംയുക്ത ശബ്ദമാണ്. അതായത് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, യോജക് ശബ്ദം എന്ന് നമ്മൾ പറയാറുണ്ട്. രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കിന്തു, അഥവാ, ലേക്കിൻ, ഇസ്ലിയെ, അല്ലെങ്കിൽ പിന്നെന്താണ് ബൾക്കി. ഈ വാക്കുകളാണ് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച്, ഞാൻ 5 എണ്ണം എടുത്തന്നേ ഉള്ളൂ. ആ 5 വേർഡ്സ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് വിത്ത് ഷാഡോയിങ് സെക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ओके, इन सारे शब्दों से हम शैडोइंग सेक्शन सीखने वाले हैं. शैडोइंग सेक्शन आपको याद होगा. याद नहीं है तो मेरे पिछले शैडोइंग सेक्शन आप देख सकते हो. मैं लिंक आपको डिस्क्रिप्शन बॉक्स में दे दूँगी. ठीक है. അപ്പോൾ നേരത്തെ ഷാഡോയിങ് സെക്ഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സെക്ഷൻ ഒന്നുകൂടെ കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഈ ഷാഡോയിങ് സെക്ഷൻ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഓരോ സെൻറ്റൻസ് നിങ്ങളുടെ അടുത്ത് നിർത്തിയാണ് പറയുക. അപ്പം നിങ്ങൾക്കത് അതിനനുസരിച്ച് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. അത് ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, आपका उच्चारण सही रूप में होना चाहिए, इसलिए मैं आपको ये करवा रही हूँ. ठीक है. तो देखते हैं पहले शब्द यानी संयुक्त नहीं तो योजक शब्द के पहले शब्द के साथ कैसे एक वाक्य को प्रयोग किया जाए. हमने शब्द सीखने वाले हैं. किंतु शब्द से हम अपना पहला शैडोइंग वाक्य की ओर जाते हैं. पहला वाक्य है मैंने याद तो किया किंतु मैं भूल गया. मैंने याद तो किया किंतु मैं भूल गया. ഞാൻ ഓർത്തായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി. मैंने याद तो किया किंतु भूल गया. मैंने याद तो किया किंतु भूल गया. आप रिपीट कर सकते हो मेरे साथ. मैंने याद तो किया किंतु भूल गया. ठीक है. वो था पहला शब्द. कौन सा शब्द पर आपको ध्यान देना चाहिए? किंतु. किंतु എന്ന് പറഞ്ഞാൽ ബട്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരിക. तो सेकंड शब्द के ओर हम जाते हैं. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഓർ എന്നുള്ളൊരു മീനിങ് ആണ് അഥവാ. ലേക്കർ ജാओ അഥവാ തും ഭി മത് ജാओ. ഇസി ലേക്കർ ജാओ അഥവാ തും ഭി മത് ജാओ. ഇവരെ കൂട്ടിക്കൊണ്ട് പോ, അല്ലെങ്കിൽ നീയും പോകണ്ട. ഇസി ലേക്കർ ജാओ അഥവാ തും ഭി മത് ജാओ. ഓക്കെ, अथवा और, अल्ले. ओके, पर सेकंड शब्द आपने लर्न किया अथवा. ठीक है. थर्ड शब्द के ओर हम जाते हैं. थर्ड शब्द है इसलिए. थर्ड शब्द है इसलिए. इसलिए मीन्स दैट्स वाई എന്നുള്ള അർത്ഥമാണ് इसलिए. तुमने कहा इसलिए मैंने किया. तुमने कहा इसलिए मैंने किया. നീ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്തു. तुमने कहा इसलिए मैंने किया. तुमने कहा इसलिए मैंने किया. इसलिए दैट्स वाई എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ഗോസ് ടു ദ ഫോർത്ത് വേർഡ്. എന്താണ്? ബൾക്കി.
ഫോർത്ത് വേർഡാണ് ബൽക്കി, അതായത് റാദർ എന്നുള്ള വേർഡ് മീനിങ് ആണ് വരിക. ഓക്കെ, उससे हम वाक्य की ओर जाते हैं. वो वाक्य है उसने तुमसे नहीं बल्कि तुमने उससे कहा था. उसने तुमसे नहीं बल्कि तुमने उससे कहा था. അവൻ നിന്നോടല്ല പക്ഷേ നീ അവനോടാണ് പറഞ്ഞത് അല്ലേ. അവൻ നിന്നോടല്ല നീ അവനോടാണ് പറഞ്ഞത് എന്നാണ് അർത്ഥം. ഓക്കെ, ഉസ്നെ തുംസെ നഹി ബൽക്കി തുമ്നെ ഉസ്സെ കഹാ ഥാ. ബൽക്കിയുടെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? റാദർ എന്നുള്ള മീനിങ് ആണ്. വി ക്യാൻ ഗോ ടു ദ ഫിഫ്ത്ത് വേർഡ്. ഫിഫ്ത്ത് ലേക്കിൻ. ലേക്കിൻ ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക? അതും ബട്ട് എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. കിന്തു और लेकिन ये दोनों का अर्थ अंग्रेज़ी में बट आता है. बट എന്നുള്ളൊരു മീനിങ് ആണ് ലേക്കിനും കിന്തു. ओके, तो पाँचवें वाक्य की ओर जाते हैं. पाँचवा वाक्य है आम तो मीठा था लेकिन उतना नहीं जितना सोचा था. आम तो मीठा था लेकिन उतना नहीं जितना सोचा था. മാങ്ങ നല്ല മധുരമുള്ളതായിരുന്നു, പക്ഷേ അത്രയില്ലായിരുന്നു, എത്രയാണോ നമ്മൾ ഉദ്ദേശിച്ച അത്രയും മധുരം ആ മാങ്ങയ്ക്കില്ലായിരുന്നു അല്ലേ. ആം तो मीठा था, आम तो मीठा था लेकिन उतना नहीं जितना सोचा था. ठीक है, आपको कैसा लगा यह सेक्शन? आज आपने योजक शब्द के 5 शब्द आपने लर्न किए हैं. वो है, एक है किंतु, दूसरा था अथवा, तीसरा था इसलिए, चौथा हमने लर्न किया था बल्कि, और 5वां हमने लर्न किया था लेकिन. तो हमने आज ऐसे 5 शब्दों को लर्न किया जिससे हम अपना शैडोइंग सेक्शन भी कर चुके हैं. तो आज का सेक्शन आप सभी को अच्छा लगा. इसी वादे के साथ इसी के साथ में हम आज का सेक्शन ख़त्म करते हैं. अगले सेक्शन में मिलने तक अलविदा.